ഈ കുടുംബജീവിതത്തിൻ്റെ സ്തോത്രം നല്ല രീതിയിൽ പോകാനുള്ള ഒരു 2-3 ടിപ്പ് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത വ്യക്തിയിലേക്ക് പോകാം. സ്തോത്രം. 2-3 കാര്യങ്ങൾ കുടുംബജീവിതം വിജയകരമായി മുന്നോട്ട് പോകാനുള്ള 2-3 ടിപ്പുകൾ പെട്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാം. സമയം വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഒന്നാമതായി, പരസ്പരം അംഗീകരിക്കണം. സ്തോത്രം എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ നമ്മൾ കുടുംബജീവിതം ആരംഭിച്ചു കഴിഞ്ഞാൽ പരസ്പരം അംഗീകരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ന്യൂനതകളും എൻ്റെ ഇല്ലായ്മകളും എൻ്റെ കഴിവുകളും അല്ലെങ്കിൽ പ്രിയ സഹോദരിയുടെ കഴിവുകളും ഇല്ലായ്മകളും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി പരസ്പരം അംഗീകരിക്കണം. അല്ലാതെ കല്യാണം കഴിച്ചതിന് ശേഷം എന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത്, ഇതിനേക്കാളും നല്ല ആലോചന എനിക്ക് വന്നിരുന്നതാ, ഇതിനേക്കാളും നല്ല സുന്ദരനായ ഒരു പെണ്ണിനെ എനിക്ക് വന്നതാ, ഈ ചെറുക്കനെ വന്നതെന്ന് പറയരുത്. നിങ്ങൾ ദൈവത്താൽ യോജിക്കപ്പെട്ടതാണോ, നിങ്ങൾ പരസ്പരം അംഗീകരിക്കണം. അതേപോലെ നിങ്ങളുടെ കുടുംബാംഗങ്ങളെ അംഗീകരിക്കണം. എൻ്റെ മമ്മ, നിൻ്റെ മമ്മി, എൻ്റെ പപ്പ, നിൻ്റെ പപ്പ എന്നുള്ള വർത്തമാനമൊക്കെ നിർത്തണം. നിങ്ങളെ ദൈവം ഒരുമിപ്പിച്ചെങ്കിൽ എൻ്റെ പപ്പ എന്നുള്ള നമ്മുടെ പപ്പ, നമ്മുടെ മമ്മി, ആ ഒരു ബന്ധത്തിലേക്ക് വരണം. അതിന് എത്ര പോരായ്മയുണ്ടെങ്കിലും അത് നമ്മൾ ദൈവസന്നിധിയിൽ ക്ഷമ ചോദിച്ച് അത് ക്ലിയർ ആക്കണം. സ്തോത്രം. ഒന്ന്, അംഗീകരിക്കണം, പരസ്പരം അംഗീകരിക്കണം. രണ്ടാമത്, തിരിച്ചറിയണം എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെയും ഭാര്യയുടെ ഇഷ്ടങ്ങൾ തിരിച്ചറിയണം. എൻ്റെ ഇഷ്ടം എൻ്റെ ഭാര്യ തിരിച്ചറിയണം, എൻ്റെ ഭാര്യയുടെ ഇഷ്ടം ഞാൻ തിരിച്ചറിയണം. അത് ഇഷ്ടം മാത്രമല്ല, അനിഷ്ടങ്ങളും തിരിച്ചറിയണം. അടിച്ചേൽപ്പിക്കുന്ന ഒരു പരിപാടിയും ചെയ്യരുത്. കഴിഞ്ഞ ദിവസം ഒരു കൗൺസിലിംഗ് വന്നത് വളരെ വല്ലാത്തൊരവസ്ഥയിലാണ്. എന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കുന്ന ഭർത്താവ്, അതൊക്കെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി മാറും. ഒരിക്കലും പാടില്ല. എൻ്റെ ഭാര്യയുടെ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് മനസ്സിലാക്കണം. നിങ്ങൾക്കറിയാം, ദുബൈയിൽ ഞങ്ങളുടെ ചർച്ചിൽ നടന്നൊരു കോമ്പറ്റീഷനിൽ ഫാമിലി 10-25 ഫാമിലീസ് നടന്ന കോമ്പറ്റീഷനാണ്. ഭാര്യ ഭർത്താക്കന്മാർ 2 മുറിയിൽ അടച്ചിട്ട് അവരുടെ ഇഷ്ടങ്ങൾ, എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ വൈഫിനോട് ചോദിക്കും, വൈഫിൻ്റെ ഇഷ്ടം എന്നോട് ചോദിക്കും. അങ്ങനെ 30 ഫാമിലീസിൻ്റെ ആ ഒരു കോൺടെസ്റ്റിൽ എൻ്റെ ഫാമിലിക്കാണ്, എനിക്കും എൻ്റെ ഭാര്യയ്ക്കും സമ്മാനം കിട്ടിയത്. 1ാം സമ്മാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരസ്പരം നമ്മൾ ഇഷ്ടങ്ങൾ കൈമാറണം. അതിനെവിടാ സമയം? നമ്മുടെ സമയം മുഴുവൻ മൊബൈൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മുടെ സമയം മുഴുവൻ പിശാച് ചോർത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഭാര്യയോട് സംസാരിക്കുന്ന സമയമുണ്ടോ? നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യ തൊട്ടപ്പുറത്തിരിക്കുമ്പോൾ അവളൊരു മൊബൈലിൽ, നിങ്ങളൊരു മൊബൈൽ, കൊച്ചുങ്ങൾ വേറെ മൊബൈലിൽ അല്ലേ? പിശാച് നിങ്ങളുടെ സമയം കവർന്നുകൊണ്ടിരിക്കുക. ഇന്ന് ഭാര്യമാരും ഭർത്താക്കന്മാരും മരിക്കുമ്പോൾ എന്താ നെഞ്ചത്തടിയും കരച്ചിലും ഇല്ലാത്ത നിങ്ങൾക്കറിയാമോ? സ്നേഹമില്ല. സ്തോത്രം. ഈ ദിവസങ്ങളിൽ സമയത്തെ പിശാച് കവർന്നുകൊണ്ട് പോകരുത്. പരസ്പരം സംസാരിക്കാൻ സമയമെടുക്കണം, പരസ്പരം കാര്യങ്ങൾ മനസ്സിലാക്കണം. സ്തോത്രം. അടുത്ത 3ാമത്തെ വിഷയം, പ്രോത്സാഹിപ്പിക്കണം. എന്ത് കാര്യങ്ങൾ ചെയ്താലും നമ്മളൊരു പ്രോത്സാഹനമുണ്ട്. എന്ന് മുമ്പേ പറഞ്ഞ പോലെ ഉപ്പ് ലേശം കുറവാ എന്നാലും പബ്ലിക്കിൽ പറയരുത്, ഇൻസൾട്ട് ചെയ്യരുത്. സ്തോത്രം. പബ്ലിക്കിൽ ഒന്നും മിണ്ടരുത്. വേണേ പിന്നീട് പറയാം, മോളെ എടി ആ മീൻകറിക്ക് ഇച്ചിരി ഉപ്പ് കൂടുതലായിരുന്നു, കുഴപ്പമില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്തു. അയ്യോ സാമച്ച എന്താ പറയാഞ്ഞേ എന്ന് ചോദിക്കും. പറയരുത്. പബ്ലിക്ക് നമ്മൾ ഇൻസൾട്ട് ചെയ്യരുത്. ദൈവമക്കളെ പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ ഭാര്യമാരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഇന്നത്തെ കാലത്ത് ഞാൻ കണ്ടിട്ടിരിക്കുന്നത്, സ്വന്തം ഭാര്യയെ പ്രോത്സാഹിപ്പിക്കാൻ ആൾക്ക് സമയമില്ല. സ്തോത്രം. നിങ്ങൾ ഫേസ്ബുക്ക് കമന്റിലൊക്കെ നോക്കിയാൽ മതി. വല്ലവരും ഒരു പോസ്റ്റ് ഇട്ടാൽ എന്തൊക്കെയാ ദൈവമേ പറയുന്നത്, വെരി ഗുഡ്, ഓസം, കൺഗ്രാജുലേഷൻ, വണ്ടർ, എന്തൊക്കെ അടിച്ചു വിടുന്നത്. സ്വന്തം ഭാര്യ ഒരു നല്ല മീൻകറി വെച്ചാൽ പ്രോത്സാഹിപ്പിക്കാൻ സമയമില്ല. ലോകം മുഴുവനുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുക. ഈ മക്കളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പരസ്പരം പ്രോത്സാഹിപ്പിക്കണം. സ്തോത്രം. 4ാമത്തെ വിഷയമാണ് പങ്കുവെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലെ സന്തോഷവും ദുഃഖവും എല്ലാം പങ്കുവെക്കണം. പരസ്പരം സംസാരിക്കാൻ നമുക്ക് സമയം കണ്ടെത്തണം. ഒരു കാര്യവും മറവായിരിക്കരുത്. തുറന്ന പുസ്തകമായിരിക്കണം. മൊബൈൽ ലോക്കായിരിക്കരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ആ വിഷമങ്ങൾ കുറയും. അപ്പോൾ ഈ പണ്ടത്തെ സിസ്റ്റം അണുകുടുംബം ഇന്നായിക്കഴിഞ്ഞു. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. പണ്ട് എല്ലാ കൂട്ടുകുടുംബങ്ങളായിട്ട് നമ്മളെല്ലാം വസിക്കുന്ന സമയത്ത് അപ്പൻ, അമ്മ, അമ്മച്ചി, അപ്പച്ചൻ, ഇന്ന് താല്പര്യമില്ല. എന്ത് സ്വാർത്ഥതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർക്ക് താല്പര്യമില്ല. അങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം,
അന്ന് ഈ കൊലപാതകങ്ങൾ കുറവായിരുന്നു, അന്ന് ആത്മഹത്യകൾ കുറവായിരുന്നു, അന്ന് ഡ്രഗ്സ് അഡിക്റ്റ് ഇല്ലായിരുന്നു. എന്താണെന്നറിയാമോ? വിഷമങ്ങൾ വരുമ്പോൾ എന്താ മോനെ നിന്റെ മുഖം മാടിയിരിക്കുന്നതെന്ന് അപ്പൻ ചോദിക്കും, അല്ലെ അമ്മാവൻ ചോദിക്കും, അല്ലെ അമ്മാച്ചൻ ചോദിക്കും, എന്താ മോനെ നിന്റെ മുഖം മാടിയിരിക്കുന്നത്? കാര്യങ്ങൾ പറയുമ്പോൾ അവരതിന് സൊല്യൂഷൻ കണ്ടെത്തും. ഇന്നതല്ല, അടച്ചിട്ട മുറിക്കകത്ത് കരഞ്ഞാൽ ആരറിയാനാണ്? ദുഃഖം പേറിക്കൊണ്ട് ജീവിക്കുക. തൂങ്ങിക്കിടക്കുമ്പോഴാണ് ലോകം അറിയുന്നത്. പ്രിയ ദൈവമക്കളെ, അണുകുടുംബ വ്യവസ്ഥയിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ മറ്റുള്ളവരോട് നമ്മുടെ വിഷയങ്ങൾ പങ്കുവെക്കണം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വിഷയങ്ങൾ പങ്കുവെക്കണം, സ്നേഹം പങ്കുവെക്കണം, ദുഃഖം പങ്കുവെക്കണം. സ്തോത്രം. അടുത്തത്, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് താമസിക്കുക, ഒരുമിച്ച് കിടക്കുക. ഇത് നിങ്ങൾ മറന്നു പോകരുത്. ഒരുമിച്ച് പ്രാർത്ഥിക്കണം, ഒരുമിച്ച് താമസിക്കണം, ഒരുമിച്ച് കിടക്കണം. പലപ്പോഴും എനിക്കറിയാം, ഗൾഫിലും മറ്റ് ജോലിയുള്ള പ്രിയ സഹോദരങ്ങളുടെ ഭാര്യമാരൊക്കെ നാട്ടിലും അവരവിടെയാണ്. എത്ര പേരെ എനിക്കറിയാം വളരെ ദുഃഖത്തോടെ വർഷം 1 അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ അവർ ലീവ് കിട്ടുന്നത്, വളരെ ഞെരുങ്ങി അവരുടെ ദുഃഖം പേറി അവർ ജീവിക്കുന്നത്. ദൈവമക്കളെ, കഴിവുള്ളിടത്തോളം കാലം ഒരുമിച്ച് ജീവിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് കിടക്കുക. അത് ഈ ദിവസങ്ങളിൽ നമ്മളെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ആത്മീയമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നമ്മുടെ കുടുംബം ഒരു സ്വർഗമായി മാറും. രണ്ടാമത്തെ ഒരു കുടുംബം വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട കുടുംബമാണ്. അത് ആരുടെ കുടുംബം എന്നറിയാമോ? അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നു, അനന്യാസും സഫീറയും. വാണിംഗ് ആണ്, നമുക്കൊരു വാണിംഗ് ആണ്. നല്ല കുടുംബങ്ങൾ ഈ ദൈവവചനത്തിൽ പറയപ്പെട്ടപ്പോൾ ഒരു കുടുംബം പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ച കുടുംബം എന്ന് പറഞ്ഞാൽ അവർ ചെയ്തത് നല്ല കാര്യമാണ്, പക്ഷേ അതിൻ്റെ അകത്ത് വ്യാജമുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നമ്മൾ നയിക്കുന്നെങ്കിൽ ഒരിക്കലും വ്യാജമുണ്ടാകരുത്. ഉള്ളതുപോലെ, ഇല്ല എങ്കിൽ വേണ്ട, ആരെയും ബോധിപ്പിക്കണ്ട. കർത്താവിൻ്റെ മുന്നിൽ ഹല്ലേലൂയ നമ്മുടെ തുറന്ന മനസ്സാക്ഷിയുമായി നമുക്ക് ജീവിക്കണം. ദൈവത്തോട് പറ്റിച്ചേർന്ന് ഈ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഹല്ലേലൂയ പ്രകാശമായി തീരും. പാതയ്ക്ക് ഈ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഇരുട്ട് നിറഞ്ഞ വീടിനകത്തോട്ട് ഇറങ്ങി വന്ന് പ്രകാശമായി മാറും. നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കർത്താവ് ഇടയാക്കും. എന്നെ കേൾക്കുന്ന പ്രിയ കുടുംബങ്ങളെ, ഞാൻ നിങ്ങളോട് ദൈവാത്മാവ് വിളിച്ചു പറയട്ടെ, തകർച്ചയിലേക്ക് പോകാനല്ല. നിങ്ങളുടെ കുടുംബം ഇന്ന് പണിയപ്പെടണമോ? നിങ്ങൾക്കിന്ന് പുറത്തു വരണമോ? ഈ ലോകത്തിലെ കൗൺസിലിംഗ് സെൻ്റർ നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ കഴിയത്തില്ല. ഒരു മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ പോയാൽ നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ കഴിയത്തില്ല. പക്ഷെ നിങ്ങളായിരിക്കുന്ന മുറിയിൽ നിങ്ങൾ രണ്ടുപേരും കൈപിടിച്ച് ഒന്ന് ക്ഷമ ചോദിക്കാമോ? ദൈവമേ, ഞാൻ തെറ്റിപ്പോയി. പ്രിയ സഹോദരോട് പറ, ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ല. അച്ഛാ, ഞാൻ അച്ഛനെ മനസ്സിലാക്കിയില്ല, എന്നോട് ക്ഷമിക്കണം. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാമോ? ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ ഇറങ്ങി വരും, നിങ്ങളുടെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഈ വചനം കേട്ട സകല കുടുംബങ്ങളെ അപ്പച്ചൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടുന്ന് പണിയുന്നതിനായി സ്തോത്രം. അവരുടെ കുടുംബം സ്വർഗമായി മാറട്ടെ. കർത്താവേ, കുടുംബത്തിലുണ്ടായിരിക്കുന്ന എല്ലാ ശിഥിലീകരണങ്ങളും മാറിപ്പോകട്ടെ, അസ്വസ്ഥകൾ മാറിപ്പോകട്ടെ. കുടുംബത്തെ കർത്താവ് ഇന്ന് പകൽക്കാലം പണിതെടുക്കുന്നതിനായി സ്തോത്രം. അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.